വർഷങ്ങൾക്ക് മുമ്പ് കുറച്ച് ക്രൈസ്തവരും പരുക്കൻ സ്വഭാവവുമുള്ള ഗതിവർഗക്കാരും ഉള്ളിടമായിരുന്നു ലൂർദ് നഗരം. പാട്ടും കൂത്തും താളവും മേളവും അവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരുന്നു. നിർത്തടാ ഈ കാട്ടുനൃത്തം. ബാംഗ്ലൂർ നഗരത്തിൽ കിടന്നാണോടാ കാട്ടുനൃത്തം ചെയ്യണേ? വല്ല റോക്ക് മ്യൂസിക്കും വെച്ച് നൃത്തം ചെയ്യടാ. ലൂർദ് ഗ്രാമത്തിൽ വന്ന് നൃത്തം ചെയ്യരുതെന്ന് പറയാൻ മാത്രം നീ വളർന്നോ? എന്തുട്ടാ ഇവൻ പറഞ്ഞ? ഊർദ് അല്ലടോ, ലൂർദ്. ആട്ടെ, നിങ്ങൾ എവിടെന്നാ? ഇവന്മാരെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. തല്ലടാ അവന്മാരെ. ലൂർദ് ഗ്രാമത്തിലെ ഒരു ദരിദ്ര കുടുംബത്തിൽ അക്ഷരാഭ്യാസം കൂടാതെ ജനിച്ചു വളർന്ന 14 വയസ്സുകാരി ബെർണഡിറ്റ തന്റെ മാതാപിതാക്കളോടൊത്ത് യാത്ര തിരിച്ചു. നമ്മൾ എന്തിനാ അപ്പച്ച വീട്ടിൽ നിന്നിറങ്ങിയത്? വാടക കൊടുക്കാൻ കാശില്ലാത്തതുകൊണ്ട് നമ്മളെ ഇറക്കി വിട്ടതാ മോളെ. നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? അറിയില്ല മോളെ, ദൈവം എന്തെങ്കിലും വഴി കാണിച്ചു തരും. ദാ നോക്ക്, ഉപേക്ഷിച്ചൊരു ജയിൽ കെട്ടിടമല്ലേ അത്. നമുക്ക് അവിടെ താമസിച്ചാലോ? ശരിയാ, ഒടുവിൽ ദൈവം നമുക്ക് ഒരു കിടപ്പാടം കാണിച്ചു തന്നതായിരിക്കും. മക്കളെ, ഇതാ നമ്മുടെ പുതിയ വീട്. മക്കളെ, ബാഗൊക്കെ എടുത്തു വെച്ചിട്ട് വീടൊക്കെ വൃത്തിയാക്കാൻ നോക്ക്. ഉപേക്ഷിക്കപ്പെട്ട ജയിൽ കെട്ടിടത്തിൽ ഇല്ലായ്മയുടെ മധുരം നുണഞ്ഞ് ബെർണഡീറ്റയുടെ കുടുംബം ജീവിച്ചു. സ്വർഗം. ദാരിദ്ര്യമകറ്റാൻ ലൂർദിൽ നിന്ന് ഏതാനും മൈലുകൾ ദൂരെയുള്ള ബാർട്രസിലെ മേരി അവരാന്തിന്റെ ഭവനത്തിലേക്ക് ജോലി നോക്കുവാനായി മൂത്ത മകൾ ബെർണഡീറ്റ യാത്രയായി. ആടുകളെ മേയ്ക്കുകയായിരുന്നു അവളുടെ ജോലി. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നോക്കുമോളെ, ആ ബെർണഡിറ്റയെ കണ്ടുപിടിക്ക്. എത്ര ഭക്തിയോടെ ആ കുട്ടി കൊന്ത ചെല്ലുന്നത്.
കൊന്ത ചൊല്ലി കഴിഞ്ഞോ മോളെ? ഉവ്വ് കുഞ്ഞമ്മേ. ചേച്ചി, നമുക്ക് കളിക്കാൻ പോകാം. വാ ചേച്ചി. മോളെ, നിനക്കറിയാവുന്നതല്ലേ, അവൾ ആസ്മയുള്ള കുട്ടിയല്ലേ. നാളെ മോളുടെ ബർത്ത്ഡേ അല്ലേ, പോയി വിശ്രമിക്ക്. ഇന്ന് മോളുടെ 15ാം പിറന്നാളല്ലേ. നിനക്ക് എന്താ സമ്മാനമായി വേണ്ടത്? എനിക്ക് ലൂർദിൽ പോയി അപ്പച്ചനെയും അമ്മച്ചിയെയും സഹോദരങ്ങളെയും ഒക്കെ കാണണം. ശരി ബെർണഡീറ്റ, നീ ഒത്തിരി നാളായില്ലേ പോയിട്ട്. നാളെ തന്നെ നിനക്ക് പോകാനുള്ള ഏർപ്പാടുകൾ ചെയ്യാം. അമ്മേ, എത്ര നാളായി മോളെ നിന്നെ കണ്ടിട്ട്. സുഖമല്ലേ മോളെ? അതെ അമ്മേ, നിങ്ങളെ എല്ലാവരെയും കാണാൻ ഞാൻ എത്ര കൊതിച്ചെന്നറിയാവോ. നീ വലിയ കുട്ടിയായല്ലോ ബെർണഡീറ്റ. എനിക്ക് എല്ലാ സ്ഥലവും ചുറ്റി നടന്ന് കാണണം. ശരി ശരി, മേരിയും ജീനും കൂട്ടരും വിറക് ശേഖരിക്കാൻ പോകുന്നുണ്ട്. നീ അവരുടെ കൂടെ പോയിക്കോ. നല്ല അമ്മയാട്ടോ. ഇന്ന് നമ്മൾ വിറക് ശേഖരിക്കാൻ പോകുന്നത് പിരണീസ് പർവ്വതത്തിന്റെ താഴ്വരയിലുള്ള ഗേവ് നദിയുടെ തീരത്താ. നല്ല രസമാ കാണാൻ. അവിടെ ഒരു വലിയ പാറയുണ്ട്, മസാമ്പിൽ പാറ. അതെല്ലാം കാണാൻ എനിക്ക് കൊതിയാവുന്നു. ദാ എത്തിപ്പോയി. ഇതാണ് മസാമ്പിൽ പാറ. അയ്യോ, അവർ എന്നെ തനിച്ചാക്കി പോയോ? എന്തു പറ്റി ബെർണഡീറ്റ? നീ എവിടെയായിരുന്നു? എന്താ നീ ഒന്നും മിണ്ടാത്തത്? വെൺമഞ്ഞു പോലുള്ള വസ്ത്രങ്ങൾ ധരിച്ച് കയ്യിൽ തിളങ്ങുന്ന ജപമാലയേന്തി പാദങ്ങളിൽ റോസാപുഷ്പവുമായി അമലമനോഹരിയായ ഒരു യുവതി. നീ ആരുടെ കാര്യമാ പറയുന്നേ? അപ്പൊ നിങ്ങൾ കണ്ടില്ലേ? എന്തു രസമായിരുന്നു കാണാൻ. എന്നിട്ട് ആ സുന്ദരി എന്നോടുകൂടെ ജപമാല ചൊല്ലി. ഇവളുടെ ഒരു കാര്യം, ചുമ്മാ സ്വപ്നം കണ്ടതായിരിക്കും. ലോകരക്ഷകനായവന് ജന്മമേകിയ കന്യകയെ
അവിടുത്തെ പേരെന്താണ്? ഞാൻ അമലോത്ഭവയാണ്. അമ്മേ, ബെർണഡീറ്റ, ഈ ലോകസുഖങ്ങളെക്കാൾ എത്രയോ സുന്ദരമാണ് പരലോക സുഖങ്ങൾ. 15 ദിവസങ്ങൾ നീ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ ഞാൻ നിന്നെ സ്വർഗീയ സുഖത്തിന് അവകാശിയാക്കും. ശരി അമ്മേ. ബെർണഡീറ്റ, നീ ലോകത്തിന്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യണം. പരിഹാര പ്രവർത്തികൾ അനുഷ്ഠിക്കണം. ശരി അമ്മേ. മോളെ ബെർണഡീറ്റ, ആ മരച്ചുവട്ടിൽ നിന്നും അല്പം മണ്ണ് നീക്കൂ. അവിടെ നിന്നും ഒരു നീരുറവ് പ്രവഹിക്കും. വിശുദ്ധിയും സൗഖ്യവും പകരുന്ന പുണ്യജലം. അത് എന്നേക്കും നിലനിൽക്കും. ഈ ഉറവയിൽ നിന്നും കുടിക്കുക, ഇതിൽ കഴുകുകയും ചെയ്യുക. ഏതു മതത്തിൽപ്പെട്ടവർക്കും അഭയമരുളുന്നതും സൗഖ്യം പകരുന്നതുമാണ് ലൂർദിലെ ഉറവ. ഇവിടുത്തെ അത്ഭുതങ്ങൾ എത്രയോ പേരുടെ യേശുവിലുള്ള വിശ്വാസത്തെ സുദൃഢമാക്കി. അമ്മേ, ഈ അടിയനെ അമ്മയെ കാണാൻ കാഴ്ച നൽകണേ. ഹായ്, എനിക്ക് കാണാം. എനിക്ക് കാഴ്ച തിരിച്ചു കിട്ടിയ അമ്മേ. എനിക്ക് നിങ്ങളെ എല്ലാവരെയും കാണാം. ഒമ്പതാം പിയൂസ് മാർപ്പാപ്പ പ്രഖ്യാപിച്ച മാതാവിന്റെ അമലോത്ഭവം സ്ഥിരീകരിക്കപ്പെടുന്ന ദർശനങ്ങളായിരുന്നു വിശുദ്ധ ബെർണഡിറ്റയ്ക്ക് ലഭിച്ചത്. കാലത്തോടൊപ്പം പ്രാർത്ഥനയിലും വിശുദ്ധിയിലും വളർന്ന ബെർണഡിറ്റ ഒടുവിൽ രോഗശയ്യയിലായി. രോഗം വകവയ്ക്കാതെ പരിശുദ്ധ അമ്മയെ കാണുവാൻ പോയിരുന്ന ബെർണഡിറ്റയെ തടയാൻ ബന്ധുജനങ്ങൾ മുള്ളുവേലി കെട്ടി. എന്നിട്ടും ബെർണഡിറ്റ മനസ്സുകൊണ്ട് ലൂർദിലേക്ക് പുണ്യയാത്ര നടത്തിക്കൊണ്ടിരുന്നു. ഒടുവിൽ 1879 ഏപ്രിൽ 16 പരിശുദ്ധ അമ്മയെ നേരിൽ കാണുവാൻ ബെർണഡിറ്റ സുസ്മേരവതിയായി പരലോകത്തേക്ക് യാത്രയായി. ദൈവമാതാവിന്റെ തീർത്ഥങ്ങളിൽ ഒന്നാം സ്ഥാനം ലൂർദിനാണ്. ദിവസം തോറും നടക്കുന്ന ദിവ്യകാരുണ്യ പ്രദക്ഷിണത്തിലും ജപമാലയിലും ഇന്നും അത്ഭുതങ്ങൾ നടക്കുന്നു. അത്ഭുത ഉറവയിലെ ജനം പാനം ചെയ്തും സ്നാനം ചെയ്തും ഭക്തജനങ്ങൾ ആത്മനിർവൃതി കൊള്ളുന്നു. ലോകമാനസാന്തരത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും പരിഹാരം ചെയ്യാനുമുള്ള ലൂർദ് മാതാവിന്റെ ആഹ്വാനം നമുക്കും സിരകളിലേന്താം. ലൂർദിൽ നടത്തുന്ന ഭക്തി നിർഭരമായ പ്രദക്ഷിണത്തിൽ നമുക്കും പങ്കുചേരാം. അമ്മയോടുള്ള സ്നേഹവും വിശ്വാസവും പ്രഘോഷിക്കാം.